ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേയിലത്തെ വിശേഷമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നാളെ എങ്ങനെയാണെന്ന് അറിയില്ല എന്നുള്ളത്. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം, നിങ്ങൾക്ക് കാണാമല്ലോ, പിന്നെ ഇപ്പോൾ എന്തിനപ്പം ഞാൻ പറയണല്ലേ. അപ്പോൾ ഇന്നലത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇന്നലത്തെയും മിനിയാന്നത്തെയും ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഫാമിലി വീഡിയോസാണ്. അതായത് ഫുൾ ഫാമിലി ആയിട്ടുള്ള ഓരോ പരിപാടികളും കാര്യങ്ങളും ഗെറ്റ് ടുഗദറും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധപ്പെട്ടവർക്കൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി തുടങ്ങി. റോസ, അന്ന, എല്ലാവരുടെയും പേര് ഇങ്ങോട്ട് ചോദിച്ചിട്ട് ഡയോൺ ചേട്ടൻ്റെ വിശേഷം അങ്ങനെ ഓരോന്നും ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, നമ്മളുടെ കുടുംബത്തെ ഓരോ അംഗത്തെ പോലെയാണ് എല്ലാവരും ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ. അങ്ങനെ രാവിലെ പതിവുപടി ഞാൻ പറയാറുണ്ടല്ലോ, ഞായറാഴ്ച ഒരു 10:11 ആയിട്ടാണ് നമ്മളുടെ ദിവസം. ബാക്കി പരിപാടികളും വീഡിയോസൊക്കെ ഞാൻ എടുക്കാറ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നല്ല സൂപ്പർ ദോശയായിരുന്നു കേട്ടോ. ചമ്മന്തി അല്ല, ഇന്ന് ഇതായിരുന്നു, മുട്ട തിളപ്പിച്ചത്. അത് കഴിഞ്ഞതാ പിള്ളേർസ് അവരുടെ കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഇന്ന് ഡിവൈനും ഡോണിനും പിള്ളേർക്കും കൂടി ഒരു യാത്രയുണ്ട്. അപ്പോൾ ഇത് കണ്ടു ഇവിടെ ചെയ്യണേ. അപ്പോൾ അപ്പാപ്പം വഴക്ക് പറയും. ഞാൻ ആ സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ആ സ്റ്റാൻഡ് ഞാൻ ബക്കറ്റ് വെക്കാൻ നോക്കിയപ്പോൾ ഉയരല്ല. അപ്പോൾ എന്നാൽ പിന്നെ ഡിവൈൻ പറഞ്ഞു മുകളിൽ പോയിട്ട് ചെടികൾ വെക്കാമെന്ന് പറഞ്ഞു. താഴത്തെ അതിൻ്റെ ആവശ്യമില്ല, സിമെൻറ്റ് ഇങ്ങനെ മറ്റേതുള്ള കാരണം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മുകളിലാണെന്ന് വെച്ചാൽ ഇത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഡിവൈനോട് മുകളിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കാരണം അവിടെ അവരതെടുത്ത് കളി തുടങ്ങി. അവരതിൻ്റെ മുകളിൽ നിന്ന് 2 ചാട്ടം ചാടി അത് പൊളിയും. കാരണം അത്ര വലിയ ബലമൊന്നുമില്ല, പക്ഷെ നല്ലതാട്ടോ, എനിക്കിഷ്ടമായി അത്. അങ്ങനെ പാച്ചുട്ടൻ അവർ ഡോണും ഡിവൈനും പിള്ളേർസും കൂടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, ഇന്നാളെ ഒരു ദിവസം മരിച്ചിട്ട് ഞാൻ കാണിച്ചില്ലേ ലില്ലാൻറ്റിയുടെ വീട്. അപ്പോൾ അവിടെ ലീമയും കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ദുബായിലായിരിക്കുമ്പോൾ ഇവർ അവിടെ ഒന്നിച്ചായിരുന്നു, ഡോൺ അവിടെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇന്നലെ നമ്മൾ കണ്ടപ്പോൾ ഇന്ന് കുട്ടികളെയും കൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് അവർ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ളവരെയും കാണാമല്ലോ. അപ്പോൾ ഡിവൈൻ അങ്ങനെ അവിടേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒന്നിച്ചൊരു യാത്ര പിള്ളേർസിനെ കാണിക്കാനാണ് മെയിനായിട്ട്. അവർ നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാക്കോച്ചനും തോമും പാച്ചും ഒക്കെ അവർക്ക് കാണാപ്പാടും. അപ്പോൾ ഇന്നലെ ഫംഗ്ഷൻ വെച്ച് കണ്ടപ്പോൾ അവരെ കാണാൻ പറ്റും. അപ്പോൾ ചാക്കോൻ്റെ കൂടെ ഒരു നല്ല ഫോട്ടോ പോലും എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റിയില്ല. എന്നാലും ഡിവൈൻ പറഞ്ഞു എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടേക്കുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ അവർ 2 പേരും പിള്ളേർസിന് 3 ആളെയും കൊണ്ട് കൊണ്ടുപോയപ്പോൾ വീടങ്ങോട്ട് ഒഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ബാക്കി സാധനങ്ങൾ ഒതുക്കാനായിട്ട് നിന്നു. അപ്പോൾ അത് കയറിനോട് കൂടിയിട്ട് ഞാൻ നടയിലത്തെ ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ രാവിലത്തെ ഇന്നത്തെ ഫുൾ പരിപാടികൾ കഴിഞ്ഞു. ഞായറാഴ്ചയിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് നേരെ ഡാഡി ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ നിൽക്കുക. കാരണം ഞാൻ പറഞ്ഞില്ലേ മുഴുവനോടെ മിഠായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം തോമൂനും പാച്ചുവിനും ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ചാക്കോച്ചനെ അറിയാറായിട്ടില്ല. അപ്പോൾ ചാക്കോച്ചനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നാളൊരു മിഠായി കൊടുത്തപ്പോൾ മുഴുവനോടെ മീനിട്ട് കൊടുത്തു. അത് കൂടാണ്ട് ഇങ്ങനെ ഓരോ സാധനങ്ങളും അവനിട്ട് കൊടുത്തു. ഇന്നാൾ പെയിൻറ്റിങ്ങിൻ്റെ ബ്രഷ് ഇട്ടു. പക്ഷേ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ അത്രയും കാര്യമായിട്ട് നോക്കുമ്പോൾ മീനുകൾ ചാവാറുണ്ട്. പക്ഷേ ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒറ്റ മീൻ ചത്തില്ല കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക അതിനൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഡിംപിളവിടെ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഒതുക്കണോട് കൂടിയിട്ട് ഞാനൊന്ന് ഫ്രിഡ്ജ് ഒതുക്കാമെന്ന് വെച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ പനിയും അത് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജ് ഒതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റേതായ എല്ലാ കോട്ടങ്ങളും ഉണ്ടായിരുന്നു. ഈ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ലുലുന്നൊരു വലിയ പർച്ചേസ് കഴിഞ്ഞ് വന്നില്ലേ, അതൊന്നും ബോക്സുകളിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം അത് കട്ട് ചെയ്ത് ബോക്സുകളിലാക്കി പഴയ സാധനങ്ങൾ മുകളിൽ വെച്ച് പുതിയത് താഴെ വെച്ചു. അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ മുകളിൽ നിന്ന് കുട്ടികൾക്ക് എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ നമ്മൾ എടുക്കാനുള്ള സൗകര്യത്തിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് എടുക്കാനും വറക്കാനും ഒക്കെ എളുപ്പമാണ്. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മളായാലും അങ്ങനെ തന്നെ അടിയിൽ നിന്നൊക്കെ എടുത്ത് വല്ലതും ചെയ്യാൻ തന്നെ നമുക്ക് മടി വരും, പിന്നെ ആവാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ പസിൽ വെക്കണ പോലെയാണ്. ഇങ്ങനെ അടക്കി വെക്കുമ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി പാടാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് എടുക്കാനുള്ള സൗകര്യം അനുസരിച്ച് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ചെമ്മീൻ, കുറച്ച് കൂന്തൽ, ഒരു 4 അയില, അങ്ങനെ മീൻ ഒരു 3-4 തരമായിട്ട്. ഇതിപ്പോൾ ഡാഡി ഇന്നലെ വെട്ടുമീൻ വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. തീരെ എല്ലില്ലാത്ത വെട്ടുമീൻ കുട്ടികൾക്ക് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒരു സെക്ഷനിൽ മാറ്റി വെച്ചു. അതൊക്കെ ഉണക്കമീൻ വേറെ വശത്ത് വെച്ചു. മുകളിൽ നമ്മുടെ ഫ്രൂട്ട് പൾപ്പും കാര്യങ്ങളും മാറ്റി വെച്ചു. കോൺ ബാക്കിയുള്ളത് വെച്ചു. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് എടുക്കാനും
നമുക്കായാലും എടുക്കാനും കുറച്ചും കൂടി എളുപ്പമുണ്ട്. അങ്ങനെ ഞാൻ എന്താ ചീസ്, മറ്റേ ഷ്രെഡഡ് ചീസ് അതൊക്കെ കാണുന്ന പോലെ അങ്ങോട്ട് കയറ്റി വെച്ചതാട്ടോ. അപ്പോൾ അവർക്ക് കുട്ടികൾക്കായാലും വല്ല പിസ്സ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്തിനെങ്കിലും എടുക്കാനൊക്കെ എളുപ്പമാണല്ലോ. അങ്ങനെ അത് പിന്നെ ഈ ഒതുക്കൽ എന്ന് പറഞ്ഞാൽ ഇതെടുത്ത് അങ്ങോട്ട് വയ്ക്കുക, അതെടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക, അങ്ങനെ ഒതുക്കി കുറേ സമയം എടുക്കും. ശരിക്കും കാണാത്ത പണി എന്ന് പറയില്ലേ, നമ്മൾ ചിലപ്പോൾ 1 മണിക്കൂർ നിന്ന് ഇതിൻ്റെ മുമ്പിൽ നിന്ന് ചെയ്താൽ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ എന്താ ഒന്നുമില്ല. പക്ഷേ ഒതുക്കുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ പണി കാണില്ല, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഇത്രയ്ക്കും സംഭവങ്ങൾ ഒതുക്കിയതിന് ശേഷം അടുത്തൊരു സെക്ഷൻ ചിക്കൻ എടുത്തു. ചിക്കനും ഈ പറഞ്ഞ പോലെ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോമോസ് ഉണ്ടായിരുന്നു, പനീർ ഉണ്ടായിരുന്നു. ഇത് നമ്മളുടെ ആടിൻ്റെ ഞാൻ തല ഡാഡി കൊണ്ടുവന്നില്ലേ സൂപ്പ് വയ്ക്കാനായിട്ട്, അപ്പോൾ അത് വലിയ തലയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരൊറ്റ ബോക്സ് ഞാൻ കഴിഞ്ഞ ആഴ്ച എടുത്തു. ഇനിയിപ്പോൾ ഈ ഒരു ബോക്സ് ഇന്നെടുക്കും, ഇന്നോ നാളെ ഇട്ട് ഇന്നെടുത്തില്ല, അപ്പോൾ ഞാൻ നാളെ എങ്ങാനും എടുക്കും. ഒരു ബോക്സ് അടുത്ത ആഴ്ച കൊണ്ട് എടുത്തു കഴിഞ്ഞു. കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാനും ഡോണും മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഡോൺ ഈ സൂപ്പിൻ്റെ സാധനം വേണ്ട, മമ്മി ഒരു കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ തലച്ചോറ് ഞങ്ങൾ 2 പേരും കൂടി കഴിച്ചു. മറ്റേ ഇത് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചത്. അപ്പം നാളെ സൂപ്പ് വയ്ക്കണം, പിന്നെ അടുത്ത ആഴ്ച അങ്ങനെ വിചാരിച്ചേക്കണം. പിന്നെ പട്ടിയുടെ ഇറച്ചി കൊണ്ടുവന്നത് അതൊരു സെക്ഷൻ മാറ്റി വെച്ചു. അപ്പോൾ അവർക്കിപ്പോൾ 2 സെക്ഷനായിട്ടാണ് കൊണ്ടുവരുന്നത്, കാലും കൊണ്ടുവരുന്നുണ്ട്, ഇതും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ മാറ്റി വെച്ചു. അപ്പോൾ ഇന്നൊക്കെയുള്ളത് ഞാൻ തുറന്ന് അവിടെ വെച്ചേക്കുന്നത് കേട്ടോ, അത് അവർക്ക് കൊടുത്തു. അങ്ങനെ ബട്ടർ പുതിയത് പഴയത് അവിടെ ഇരിക്കുന്നുണ്ട്, പുതിയ സെക്ഷൻ വെച്ചു. അങ്ങനെ ഫ്രിഡ്ജ് ഒരു പോർഷൻ ഫുൾ ഇങ്ങോട്ട് ഒതുക്കി. പിന്നെ ഈ വശം റംബൂട്ടാൻ മുഴുവൻ എടുത്ത് ഞാനൊരു ബോക്സിലാക്കി. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, ഒരു ചെറിയ 2 പഴം കൂടെ ഉള്ളൂ. അപ്പോൾ അത് ഞാനെടുത്ത് അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. റംബൂട്ടാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. കാരണം അതിൻ്റെ പതുക്കെ ഇങ്ങനെ വിട്ട് തുടങ്ങിയിട്ട് നല്ലോണം പഴുത്ത് നല്ല മധുരമുള്ള സംഭവമായിരുന്നു കേട്ടോ. അങ്ങനെ ഇവർ പോയി തിരിച്ച് വന്നു. ഇപ്പോൾ ഈ സമയം കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും പണികൾ ചെയ്യാൻ പറ്റിയിട്ടോ. അപ്പോൾ ഇമ്പള ആ സമയം കൊണ്ട് പരിപ്പ് മുളക് കാച്ചി, പിന്നെ എന്നിട്ട് ബീഫ് വേവിച്ചു. അങ്ങനെ അവളും ഒരു വശം നിന്നു, ബാക്കി വശത്ത് ഞാനും നിന്നു. അങ്ങനെ 3 ആൾക്കും വരുമ്പോൾ ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തത്. ഇത് ലീമ അവിടെ നിന്ന് കൊടുത്ത ചോക്ലേറ്റ്സ് ആട്ടോ. അപ്പോൾ കുറേ അവർ അവിടെ നിന്ന് തിന്നു എന്ന് പറഞ്ഞു, ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഊണ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനത് അവിടെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. കാരണം അലിയുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ ഡിംപിൾ പറയായിരുന്നു, നമ്മൾ ദുബായി പോയിട്ട് ഡോൺ ചേട്ടൻ ഇങ്ങനെ അയക്കുന്ന, ഡോൺ ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിംപിളന്ന് 10th പഠിക്കുമ്പോഴാണ്. അപ്പോൾ മിഠായിയൊക്കെ ഇഷ്ടമുള്ള സമയമാണ്. പിന്നെ അന്ന് ഇന്നത്തെ പോലെ ഇവിടെ കിട്ടുന്ന പോലെയൊന്നും കിട്ടില്ല, അന്ന് അവിടെ നിന്ന് തന്നെ കൊണ്ടുവരണം മിഠായികൾ. അപ്പോൾ ഡോൺ ആര് വരുമ്പോഴും ഇങ്ങനെ മിഠായി കൊടുത്തയക്കുമായിരുന്നു കേട്ടോ. ഈ വർഗീസും ഇവരൊക്കെ വരുമ്പോൾ കൊടുത്തയക്കുമായിരുന്നു. അപ്പോൾ ഇത് തിന്നപ്പോൾ ശരിക്കും ആ ഒരു ഫ്ലേവറാണ്. അപ്പോൾ ഇത് എങ്ങനെയാ വെച്ചാൽ നമ്മുടെ വാസന്തി ആൻറ്റി ഇന്നലെ കൊണ്ടുവന്നതാട്ടോ, പക്കോടയും മുട്ട ബജിയും. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചതാണ്. കാരണം ഇന്നലെ ഓൾറെഡി എല്ലാവരും വയറ് ഫുള്ളായിരുന്നു. അപ്പോൾ ഇന്ന് എടുക്കാമെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വൈകിട്ട് ഞാനതെടുത്ത് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല സൂപ്പർ പക്കോടയും നല്ല മുട്ട ബജിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇങ്ങേ വശം ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. ആ ഭാഗവും കംപ്ലീറ്റ് ഒന്ന് ഒതുക്കി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച ഒതുക്കാൻ പറ്റാത്തത് ഇന്നത്തെ ഒരു ദിവസം ഞാൻ പുറത്ത് പോയില്ലെങ്കിൽ നമുക്ക് സമയം കിട്ടും, അല്ലെങ്കിൽ യാത്രയായി കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഡിംപിളിൻ്റെ വക കൊഴുവയും ചെമ്മീൻ്റെ തല വറുത്തതാട്ടോ. ഭയങ്കര ടേസ്റ്റാണ് അത്. നിങ്ങൾ വറുത്തിട്ട് കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നല്ലതാണെന്നുള്ളത്. അങ്ങനെ പരിപ്പ് ഞാനാണ് മുളക് കാച്ചിയത്. അപ്പോൾ ഞാനും ഡിംപിളും കൂടിയിട്ട് നിന്ന് ടപ്പെന്ന് വെച്ചിട്ട് പരിപാടികൾ വേഗം കഴിച്ചു. കാരണം ഇന്ന് കുറേ ലേറ്റായിട്ടാണ് പരിപാടികൾ തുടങ്ങി തന്നെ. അങ്ങനെ ബീഫ് വേവിച്ച് കുക്കർ അടക്കം അവിടെ വെച്ച് എല്ലാം കഴിഞ്ഞ് ഭക്ഷണത്തിന് അപ്പം പഴയ കുറച്ച് ഫുഡും ഉണ്ടായിരുന്നു. അതായത് ചെറുപയർ ചാറുണ്ടായിരുന്നു, പിന്നെ അച്ചാറെടുത്തു, ബീഫിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഇന്ന് എടുത്തപ്പോൾ ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ ബാക്കി ഉണ്ടായിരുന്നത് പൈനാപ്പിൾ, ഞാവൽപ്പഴം, പിന്നെ ഡിവൈനും ഇവരൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ സ്വീറ്റ്സും പിന്നെ മറ്റേ പനനങ്കും. അപ്പോൾ അതും കൂടിയായിട്ട് പരിപാടി കഴിച്ചു. അപ്പോൾ എന്നിട്ടും പൈനാപ്പിളിൽ ഒരു 4 കഷ്ണം ബാക്കി വന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാ പരിപാടികളും കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇന്ന് ഇവർ പ്ലാൻ ചെയ്തേക്കുന്നത് ഡയോണും ഏഞ്ചലും മോനും പിന്നെ ഇവരും കൂടിയിട്ട് കുട്ടികളെയും കൊണ്ട് എവിടേക്കെങ്കിലും ഏതെങ്കിലും ഒരു പ്ലേ ഏരിയയിലേക്ക് പോകാമെന്നാണ്, സോഫ്റ്റ് പ്ലേ ഏരിയയിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടേക്കെങ്കിലും ഒന്നിച്ച് പോവുക കുട്ടികളെയും കൊണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 7 പേരിൽ തക്കുടു എറണാകുളത്തേക്ക് മടങ്ങി. പിന്നെ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അന്ന, ആൻഡ്രൂവും ഗബ്രുവും പോവും. പിന്നെ ബാക്കി കുറച്ച് ഒരു മാസം കൂടി കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ബെന്നൂട്ടനും പോവും. പിന്നെ വീണ്ടും ഇവർ 3 പേര് ഒറ്റയ്ക്കാവും. അപ്പോൾ 7 പേരിൽ ഇന്നലത്തോടു കൂടി ഇന്നൊക്കെ ആയപ്പോഴേക്കും ഓരോരുത്തർ കൊഴിഞ്ഞു പോയി തുടങ്ങി.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള സമയത്ത് ഇന്നൊരു ദിവസം ഒരുമിച്ച് ഇവർക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ നേരെ പോയത് നമ്മുടെ ടോക്കി കിഡ്സിലേക്കാണ് കേട്ടോ. ഒല്ലൂർ ചീരാച്ചി വളവിൽ മുകളിലാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പോയിട്ടില്ല. ഞാൻ പലവട്ടം പോകാനായിട്ട് തുനിഞ്ഞപ്പോഴും എനിക്ക് പോകാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. ഡാഡി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പിള്ളേർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ വട്ടമായി പോകണം. അപ്പോൾ അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ കുട്ടി നമ്മളുടെ ഫസ്റ്റ് സ്കൂളിൽ ഉണ്ട് തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാച്ചുവിനെ എടുക്കാൻ പോയപ്പോൾ ഇവിടുത്തെ മോളെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, കുറേ ഷോപ്പുകൾ പോലെയും പിന്നെ സൂപ്പർ മാർക്കറ്റ് പോലെ അങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് വെറുതെ ഇതൊന്ന് കാണാൻ വേണ്ടി ടോക്കി കിഡ്സ് അടിച്ചു നോക്കിയപ്പോൾ നെറ്റിലും കെടുക്കുന്നുണ്ട് കേട്ടോ കുറേ വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ അപ്പോൾ ഡിംപിൾ പറയും കുറേ ഏരിയ ഉണ്ടെങ്കിലും അവിടെയൊക്കെ നമ്മളൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഇവർ എപ്പോഴും പറയും ഇവിടെ ആകുമ്പോൾ അവിടെ തന്നെ നമുക്ക് നോക്കണ്ട, അവിടെ തന്നെ സ്റ്റാഫും കാര്യങ്ങളും ഉണ്ട്, അവർ കുട്ടികളെ ടേക്ക് കെയർ ചെയ്തോളും എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ കണ്ടിട്ടില്ല, അവിടേക്ക് പോയിട്ടില്ല. ശോഭയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇവിടേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതേ നമ്മുടെ ചാക്കോച്ചനെ എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ ഒരു പോക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ ഇങ്ങനത്തെ സ്ഥലത്തേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനെ ഞങ്ങളധികം പുറത്തേക്കൊന്നും കൊണ്ടുപോകാറില്ല. പക്ഷേ ഇന്ന് എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഇവൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് തോന്നിയത്. അവനാണെന്ന് വെച്ചാൽ മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ ഡിംപിൾ വന്നിട്ട് പറയായിരുന്നു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ചാക്കോച്ചനാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, എനിക്ക് തോന്നുന്നു ഇവനാദ്യമായിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോകണത്. കുഞ്ഞിലേ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും പിന്നെ ഇവന് ഈ അലർജി ഉള്ള കാരണം നമ്മളെവിടേക്കും കൊണ്ടുപോകാറില്ല. പക്ഷേ ഇന്ന് ഫുൾ ഡേ അവൻ പുറത്തായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ ലീമയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഉച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു 2-2:30 ഉണ്ട് അവിടെ നിന്ന് വരുമ്പോൾ. അത് കഴിഞ്ഞ് ഇതേ ഇപ്പോൾ പോയിട്ട് കുറേ ലേറ്റായിട്ടാണ് വന്നത്. പക്ഷേ എനിക്കിത് ഇതുവരെ ഒരു പ്രശ്നമില്ല, നാളെയും ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ. കാരണം അവൻ അങ്ങനെ നമ്മൾ കൊണ്ടുപോയിട്ടില്ല. പക്ഷേ മിടുക്കനായിട്ട് എന്താ പറയുക, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ട്. അപ്പോൾ ബെന്നൂട്ടൻ മാക്സിമം എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 3 പേരെ നിങ്ങൾ കണ്ടില്ലേ ഒരേപോലത്തെ ടീഷർട്ട് ഇട്ടിട്ട്. ഇത് നമ്മുടെ ഡയോൺ കൊണ്ടുവന്നതാട്ടോ. ഇപ്രാവശ്യം അയർലൻഡിൽ നിന്ന് വന്നപ്പോൾ പിള്ളേർച്ചിട്ട് 3 പേർക്കും ഒരുപോലെ കൊണ്ടുവന്നത്. അന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ 2 പേർക്കും ഒരുപോലെ കൊണ്ടുവന്നു, ബാക്കി സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മളുടെ സാമുവൽ വന്നപ്പോൾ 3 പേർക്കും ഒരുപോലെ കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പോൾ എന്തോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടോ 3 പേർക്കും ഒരുപോലെ ഡ്രസ്സ് ഇട്ട് വിടുക, അല്ലെങ്കിൽ 2 പേർക്കും ഒരുപോലെ ഡ്രസ്സ് ഇട്ട് വിടുക എന്നുള്ളത്. ഡിവൈനും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും കണ്ടു വന്നപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ ദേ ബെന്നൂട്ടൻ ശരിക്കും അപ്പോൾ ഡിംപിൾ പറയായിരുന്നു ബെന്നൂട്ടന് ഭയങ്കര സന്തോഷമായി എന്നുള്ളത്. അപ്പോൾ ഡയോൺ അവിടുന്ന് ടൗണിലേക്ക് എവിടേക്കോ പോയി ഫ്രണ്ട്സിനെ കാണാമെന്ന് പറഞ്ഞു. ഏഞ്ചലും ഡിവൈനും ഡിംപിളും ഉണ്ടായിരുന്നു ഈ 4 പേരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ ഇവരുടെ മാക്സിമം കളിച്ച് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു തോന്നുന്നുണ്ട്. എനിക്കറിയില്ല, ഇവിടെ പറയണ കേൾക്കുന്നുണ്ടായിരുന്നു, ചായയുടെ വിശേഷമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പോയ വിശേഷവും ബഹളവും തിക്കും തിരക്കൊക്കെ അല്ലായിരുന്നേ. നമ്മുടെ ചാക്കോച്ചൻ നോക്കിയേ ഡ്രൈവ് ചെയ്യണ നോക്കിയേ എന്താ ഭംഗി. അവന് ഭയങ്കര സന്തോഷമായിട്ടാണ് വന്നിട്ടും അത് തുള്ളിച്ചാടുമായിരുന്നു. അവനാണെന്ന് തോന്നുന്നുണ്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. മറ്റൊരു പിന്നെ ഇടയ്ക്ക് എവിടെയും പോകും. പിന്നെ ഫസ്റ്റ് സ്കൂളിലും ഉണ്ടല്ലോ അവർക്ക് അവരുടേതായ പ്ലേ ഏരിയയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ തോമൂനായാലും അതുണ്ട്. പക്ഷേ ചാക്കോച്ചനാണത് പുതുമ. ചാക്കോച്ചൻ അങ്ങനെ കാര്യമായിട്ട് എവിടേക്കും പോയിട്ടില്ലല്ലോ. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ബെന്നൂട്ടനൊക്കെ ഇതേ കളിയാണ്, ഭയങ്കര കളിയാട്ടോ 2 പേരും. അപ്പോൾ ഡിംപിളാന്ന് തോന്നുന്നുണ്ട് എനിക്ക് വീഡിയോസ് എടുത്തത്. ഡിംപിളാണ് വീഡിയോസ് എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരിക ചെയ്തത് കേട്ടോ, എനിക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പോൾ ഞാൻ അക്കിക്കും ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അക്കിക്കും ഉണ്ടാവില്ലേ പേരക്കുട്ടി കളിക്കണതും ഓടണതും ഒക്കെ കാണണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അക്കിക്കും സെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ വീഡിയോസ്. അങ്ങനെ അതാ കളിയോട് കളിയാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര എന്താ പറയുക എങ്ങനെ വീണാലും ഒന്നും പറ്റില്ല. അതുപോലത്തെ ഒരു മെറ്റീരിയൽ. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് എന്തോ കുട്ടികൾ കുറച്ചും കൂടി പ്രിഫറൻസ് ഇവിടേക്കാണ് കൊടുക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഒരു സൈസിനാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കണേന്ന് പറഞ്ഞു. ചിലയിടത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഹൈറ്റ് കൂടുതൽ വരുമ്പോൾ കുഞ്ഞു കുട്ടികൾ നമുക്ക് ഭയങ്കരമായിട്ട് കെയർ ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളുടെ അമ്മമാർ പറയുന്ന ഒരു അഭിപ്രായമാണല്ലോ നമ്മളത് പറയാം. അപ്പോൾ ഡിംപിളും ഡിവൈനും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇവിടെ ആകുമ്പോൾ എന്തോ ധൈര്യമായിട്ട് നമുക്ക് അവരെ വിടാം. അവരുടെ ഹൈറ്റിനും ഇതിനനുസരിച്ചുള്ള ഒരു ഏരിയയാണ്. പിന്നെ സ്റ്റാഫും കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പോൾ ഇവർക്കും ഇരുന്ന് കളിക്കാവുന്ന ഒരു ഏരിയ, കളിക്കല്ല ബുക്സ് വായിക്കാനും
പാമ്പും കോണിയൊക്കെ ഉണ്ട് എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് കാണാത്തത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാറില്ല. പക്ഷേ ഇവരുടെ ടോക്കി കിഡ്സ് എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട്. ചാനലും കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് അറിയാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഒരു വശത്ത് നിന്ന് ഇരുന്ന് കളിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വല്ല പുസ്തകം വായിക്കണമെങ്കിൽ പുസ്തകം വായിക്കാം, എന്തും നമുക്ക് ചെയ്യാം. അതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞത്. മറ്റിടത്ത് എല്ലായിടത്തും നമ്മൾ ഒപ്പം കുട്ടികളുടെ കൂടെ നിൽക്കണം. അപ്പോൾ എനിക്കതാണ് ശീലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടേക്ക് പോകുന്നത് പറഞ്ഞപ്പോൾ ഞാൻ വരില്ല എന്ന് പറയും. കാരണം എനിക്ക് അവരുടെ കൂടെ നിൽക്കണം, നേരം കൊണ്ട് കുറേ പണിയെടുക്കുക എന്ന് പറയുമ്പോൾ കുട്ടികൾ പറയും മമ്മി ഇവിടെ അങ്ങനെയല്ല, അവരെ കൂടെ കളിച്ചോളൂ, അവരെ നമുക്ക് നോക്കണ്ട, നമുക്ക് അപ്പുറത്തിരുന്ന് എന്തെങ്കിലും വർത്തമാനം പറയുക, റെസ്റ്റ് ചെയ്യാം. ഗ്രാൻഡ് പാരൻസിന് എപ്പോഴും റെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടേക്ക് കൊണ്ടുവരാൻ നല്ലത്. കുട്ടികളെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് അവർക്ക് സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഞാനും അടുത്ത് തന്നെ പോകുന്നുണ്ട്. ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ എല്ലാ ഭാഗവും ഞാൻ നിങ്ങൾക്ക് ഇതിപ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ സെൻഡ് ചെയ്തതാണ്. അങ്ങനെ അവരവിടെ കിടന്ന് അടിച്ച് പൊളിക്കുമ്പോൾ ഞാനും ഡാഡിയും ഞങ്ങൾക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു സമയമാണ് ഇങ്ങനെ ഞങ്ങൾ 2 പേരും മാത്രമായിട്ടുള്ള ഒരു സമയം കേട്ടോ. അപ്പോൾ അതേ ഫിഷ് ടാങ്കൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ വെച്ചാൽ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് കുട്ടികളില്ലാത്തപ്പോൾ ചെയ്യാൻ പറ്റിയ കുറേ നല്ല കാര്യങ്ങളുണ്ടല്ലോ, കുട്ടി കാര്യങ്ങൾ, അത് ഞങ്ങൾ വേഗം ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. അങ്ങനെ സന്ധ്യ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ച് നടയിൽ ലൈറ്റ് ഇട്ടപ്പോൾ എനിക്ക് ഇന്നലെ വാസന്തി വന്ന് നിന്നതാണ് കേട്ടോ എൻ്റെ മനസ്സിൽ വന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. ഇന്ന് മെഴുകുതിരി കത്തിച്ചപ്പോൾ എനിക്ക് ആദ്യം അതാ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തി ഇന്നലത്തെ 2 കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു കാപ്പി കുടിക്കുന്നതിൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ ശരിക്കും ഞാനും ഡാഡിയും കുറേ ലേറ്റായിട്ട്, അവർ പോകുമ്പോൾ കഴിച്ചിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ലേറ്റായിട്ടാട്ടോ ചായ വെച്ചത്, ഞാൻ വെച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ആ 2 ചപ്പാത്തി ഉണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ചപ്പാത്തി പൂരിയാക്കിയിട്ട് വെറുതെ കടിച്ച് തിന്നാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് തിന്നു. ഡാഡിക്ക് നമ്മളുടെ മുട്ട ബജിയും അതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതും ചൂടാക്കി ഞാനും അത് കഴിച്ചു കേട്ടോ. അങ്ങനെ ഈ ചപ്പാത്തി ഞാൻ വറുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അത് വെച്ച് കഴിഞ്ഞാൽ കേടാവും. പക്ഷേ ഇന്ന് രാത്രി ചപ്പാത്തി ആയിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ പിന്നെ ആ ചപ്പാത്തി അവിടെ വെച്ചെങ്കിൽ അത് ഇന്ന് രാത്രി എടുത്ത് പോയിരുന്നു. പക്ഷേ ഞാനത് നോക്കിയില്ല, ഞാനതെടുത്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു കുട്ടികൾ വരുമ്പോഴത്തേക്കും വേഗം ഒന്നെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ ചപ്പാത്തി ആയിരിക്കില്ല. അപ്പോൾ ഞാൻ വേഗം കറി വെക്കാമെന്ന് വെച്ചു. അപ്പോൾ സാധാരണ നമ്മൾ വെക്കുന്ന പോലെ നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചിയുണ്ടല്ലോ, അപ്പോൾ അതിൽ ഞാൻ കുറേ ഊറ്റിയിട്ട് കട്ട്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കും. പിന്നെ ഒരു സെറ്റ് ഇതുപോലെ കറി വെക്കാൻ വയ്ക്കും. ഇനി ഒരു സെറ്റ് റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട്. അപ്പോൾ ഇന്നെടുത്തത് അധികം വെള്ളമുള്ളത് ഇങ്ങോട്ട് എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഒന്നുമില്ല, ഇഞ്ചി വേപ്പില പച്ചമുളക് ഇട്ട് ഒന്ന് വാട്ടി, ഉപ്പിട്ടിട്ട് വാട്ടിയതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തക്കാളി ഇട്ടു. അതെല്ലാം വാടിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഇട്ടു. അതും ഒന്ന് നല്ലോണം മുരിഞ്ഞതിന് ശേഷം ഈ ആദ്യം ഇതിലത്തെ വെള്ളം ഞാൻ ഒഴിക്കും. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇറച്ചിയിട്ട് മറ്റേ മല്ലിയിലയിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ കറി റെഡി ആയിട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറേ ദിവസമായി, നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കുറേ ദിവസമായി ഇത് വാങ്ങിയിട്ട് എനിക്കത് പരീക്ഷിക്കാനായിട്ടുള്ള നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഡാഡിയോട് പറഞ്ഞു, അപ്പോൾ ഇന്ന് നമുക്കിത് ചെയ്യാം. കാരണം നമ്മളെന്തെങ്കിലും ഡാഡി എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോൾ പിള്ളേരുടെ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഡാഡി ഇട്ടിട്ട് പോകേണ്ടി വരും. അപ്പോൾ കുട്ടികളില്ലെങ്കിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പോൾ അതിലൊന്നാണ് ഇതായിരുന്നത്. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്കെന്തോ പൊട്ടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഡാഡി അത് പൊട്ടിച്ച് ക്ലീൻ ചെയ്തപ്പോൾ നന്നായി ക്ലീൻ ആയിട്ടോ. അപ്പം എനിക്കെന്ന് വെച്ചാൽ നിങ്ങളോട് ഒരു കാര്യം പറയണമെങ്കിൽ അത് എന്താ പറയുക, നല്ലതാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ മോശമാണെങ്കിൽ മോശം എന്ന് പറയണമെങ്കിൽ നമ്മളത് പരീക്ഷിച്ച് നോക്കണമല്ലോ. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല എന്ന് വെച്ചിട്ട് പരസ്യത്തിൽ കാണുന്ന പോലെ വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ ചളിയൊന്നും പോണില്ല. നമ്മളത് ഒഴിച്ച് ടിഷ്യൂ പേപ്പർ വെച്ച് കുറച്ച് നേരം വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഉരച്ചപ്പോൾ ക്ലീനായിട്ടോ. അപ്പോൾ വലിയ പ്രശ്നമില്ല. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരെണ്ണം എൻ്റെ ഓർമ്മയിലുള്ളൂ കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് പിസ്സ കഴിച്ചിട്ടേ വരുള്ളൂ, മറ്റേ ലോക്കോസ് പിസ്സ അവിടെ പോയിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സമാധാനത്തിൽ വന്നാൽ മതി, കാരണം ഞാൻ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ചപ്പാത്തി കൊണ്ടുവരാൻ മറക്കണ്ടെന്നും പറഞ്ഞ് അങ്ങനെ അവർ മാക്സിമം എന്താ പറയുക, കുട്ടികൾക്കൊക്കെ 4 പേർക്കും കൂടിയിട്ട് ഇവർക്കൊക്കെ ഓർത്ത് വെക്കാനായിട്ട് ഇനിയിപ്പോൾ എത്ര 3 വർഷം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നുണ്ട് ബെന്നൂട്ടം വരിക. അന്ന ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, വർഷത്തിലൊരിക്കൽ വരാറുണ്ട്. പക്ഷേ ബെന്നു 3 വർഷം കഴിഞ്ഞിട്ടാണ് വരിക കേട്ടോ ഇനി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കുറേ മെമ്മറീസ്
അവർക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ കുട്ടി യാത്രകളും ഗെറ്റ് ടുഗെദറൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ കൂടുന്നതും കുറച്ച് ഫോട്ടോസ് എടുക്കുന്നതും. അപ്പോൾ നമ്മളുടെ ഈ 5 കുട്ടികൾ ഇപ്പോൾ പഴയ കാര്യങ്ങൾ പറയുന്ന പോലെ ഇവർക്കും നാളെ മേലാക്കം പറയാനായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മനഃപൂർവ്വം ഒരു ഗെറ്റ് ടുഗെദറും കാര്യങ്ങളൊക്കെ വെക്കുന്നിട്ട്. അങ്ങനെ ശരിക്കും ഇന്ന് ഏഞ്ചലിനെ കൊണ്ടാക്കേണ്ട ദിവസമാണ്. എന്നാലും ഏഞ്ചലും ഇവർ ഒന്നിച്ച് നിന്ന് ഇപ്പോൾ രാത്രിയായിട്ടാണ് ഏഞ്ചലിനെ അവിടെ കൊണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കുട്ടികളുടെ സന്തോഷമല്ല, അപ്പോൾ അവർ കളിച്ചത് ശരിക്കും തളർന്നിട്ടാണ് വന്നേക്കണേ. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ സോക്സ് അവർ ഇടിക്കും. അപ്പോൾ അതാണ് ഗ്രിപ്പുള്ള സോക്സ് തോമു കാണിച്ചത് കേട്ടോ. അവിടുന്ന് അപ്പോൾ ഒരു വട്ടം വാങ്ങിയാൽ മതി. ഒരു വട്ടം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വാഷ് ചെയ്ത് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അത് കൊണ്ടുപോയാൽ മതി. പക്ഷേ പാച്ചുവിന് അവസാന നിമിഷം വരെ അപ്പാപ്പൻ പറഞ്ഞെങ്കിലും കൊണ്ടുപോകാൻ മറന്നുപോയി. അപ്പോൾ പാച്ചുവിനും ബെന്നുവിനും ചാക്കൊച്ചിനും അത് തോന്നുന്നുണ്ട് അവിടെ നിന്ന് വാങ്ങിയും തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് അവർ വന്നിട്ട് അദ്ദേഹം ആങ്ങളെയും പെങ്ങളും ഡിവൈൻ ഡ്രസ്സ് മാറാൻ പോയി. ഇവർ ആങ്ങളെയും പെങ്ങളും വിശേഷങ്ങൾ പറയുകയാണ്. ബെന്നൂട്ടൻ്റെ വിശേഷം, കുട്ടികളുടെ കളിക്കുന്ന വിശേഷം. അപ്പോൾ ഞാൻ പറയാമായിരുന്നു 3 ആളെയും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ ആരും നിൽക്കണു ഫോട്ടോ എടുക്കാനായിട്ട്, ഒരു രക്ഷയുണ്ടായില്ല. അപ്പോൾ ഞാൻ എനിക്ക് പറ്റാവുന്ന പോലെ ഒരു 3 ആളുടെയും കൂടിയിട്ട് ഫോട്ടോ എടുത്തുട്ടോ. കുട്ടികളുടെ ഒരുപോലെ ഇട്ട് നിൽക്കുമ്പോൾ അത് കാണാൻ ഭംഗിയല്ലേ. അപ്പോൾ ഇന്നലെ അതുപോലെ കുറേ പേര് പറഞ്ഞായിരുന്നു കേട്ടോ, കുട്ടികളുടെ മറ്റേ സൂട്ടിട്ടിട്ടുള്ള ഫോട്ടോസ് നന്നായിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ കേട്ടപ്പോഴും ഞങ്ങൾക്കും ഭയങ്കര ഇത് കണ്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ നിർത്താൻ നിന്നതാ. അപ്പോൾ കാണിക്കുന്ന ഇത് കണ്ടോ, ഒരൊറ്റ എണ്ണം നിന്നില്ല. ഞങ്ങളെല്ലാവരും മാറി മാറി പറഞ്ഞു നോക്കി, ഒന്ന് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് പോവുക. അപ്പോൾ പിന്നെ ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കിട്ടിയ പോലെ എടുത്തതാണ്. അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. 2-3 ദിവസത്തെ പരിപാടികളും കാര്യങ്ങളും ഗെറ്റ് ടുഗെദറും ഇന്നലത്തെ കുറേ സന്തോഷമുള്ള കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ സങ്കടങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. ആ 7 പേരുടെ ആ ഒരു സംഗമം ഇന്നത്തോട് കൂടിയിട്ട് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് കഴിക്കാൻ നിൽക്കുക. അപ്പോൾ അവർ പിസ്സ കഴിച്ച കാരണം ഓരോ ചപ്പാത്തിയൊക്കെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും തോമുദേ പകുതി ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ, കാരണം കുളിപ്പിക്കാണ്ട് കിടത്തി ഉറക്കാൻ പറ്റില്ല. അപ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ ഉണർത്തി. അപ്പോൾ ഒരുത്തൻ്റെ ചെറിയോൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അഭിനയാട്ടോ. അപ്പോൾ ഡാഡി എപ്പോഴും മുമ്പ് പറയായിരുന്നു, ഡിമ്പിളിനെ കൊണ്ടുപോയ പോലെ ഞാൻ എൻ്റെ വിരലുമ്മ പിടിച്ചിട്ട് ഞാൻ ഇവരെ കൊണ്ടുപോകുമെന്ന് പറയും. തോമുവിനെ പറയാറ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പറയായിരുന്നു തോമുവിനെ അല്ല കൊണ്ടുപോകുക, ഇവനെ ആവും കൊണ്ടുപോകാമെന്ന്. കാരണം എന്ത് പറഞ്ഞാലും അതനുസരിച്ച് അവൻ ചെയ്യും. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കോളിംഗ് ബെല്ലടിച്ചിട്ട് തന്നെ നിന്നിട്ട് ആരാ വന്നേ എന്നൊക്കെ ചോദിക്കണം. ഭയങ്കര അഭിനയം കേട്ടോ. അപ്പോൾ അതാണ് അവൻ്റെ കാര്യം പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ലൈറ്റ് ഇട്ടിട്ട് ബ്ലൂ ലൈറ്റ് ഇട്ടിട്ട് പേടിപ്പിക്കും നമ്മളെ. അതായത് അവനാണ് പേടിക്കുന്നത്, പക്ഷെ പേടിച്ച പോലെ അഭിനയിക്കും. അങ്ങനെയൊക്കെ അവസാനം ഡിംപിൾ അവിടെ നിന്ന് അപ്പുറത്ത് നിന്നിട്ട് പേടിപ്പിച്ചിട്ടാണ് ഇവരെ ഓടിച്ചത് കേട്ടോ. മുകളിൽ കയറാണ്ട് ഇവിടെ നിന്ന് കളിക്കുകയാണ്. തോമാന്ന് വെച്ചാൽ എപ്പോൾ ഉറങ്ങുമെന്ന് നോക്കിയിട്ട് നിൽക്കുക. അങ്ങനെ ആ ഒരു ഫാമിലി ഇതാ കയറി. അപ്പോൾ എല്ലാവർക്കും ഇന്ന് കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. രാവിലത്തെ ആ യാത്ര കഴിഞ്ഞ് അവിടെയും ഭയങ്കര കളിയായിരുന്നു എന്ന് പറയുന്നുണ്ട് 3 ആളും കൂടിയിട്ട്. ഇപ്പോൾ ഇവിടെ ഉച്ച തിരിഞ്ഞ് 4 ആളും കൂടിയിട്ട്. അപ്പോൾ കാലത്ത് പോയി വന്നിട്ട് ഉച്ചയ്ക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടാണ് പിന്നെ പോയിട്ടോ. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ കളിയാണ്. ഇനിയിപ്പോൾ നാളെ ക്ലാസ്സിൽ പോകണം. അപ്പോൾ നേരത്തോടെ കിടന്നുറങ്ങിയാലല്ലേ എണീറ്റ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ കയറി. അപ്പം 3ആമൻ താഴത്ത് നിന്ന് ടാറ്റ ബൈ ബൈ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്താ പറയുക, നല്ല രീതിയിൽ കുട്ടികൾ മാക്സിമം എൻജോയ് ചെയ്ത ഒരു സൺഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ഡോണോടും പറഞ്ഞു, നിങ്ങളുടെ ചെറുപ്പം ഇതുപോലെയായിരുന്നു. രാവിലെ ഞങ്ങൾ പള്ളിയിലേക്ക് പോയി മറ്റേ കാറ്റക്കിസം കഴിഞ്ഞ് കുട്ടികളെ വരണോട് കൂടിയിട്ട് ചിലപ്പോൾ രാവിലെ പോകുമ്പോൾ മറ്റേ ഡാഡി അവിടെ നിന്ന് വല്ല മസാല ദോശയോ എന്തെങ്കിലും വാങ്ങിയിട്ട് വരും. സൺഡേ ഞങ്ങൾക്ക് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് കുട്ടികൾ കാറ്റക്കിസം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മാജിക് ഓവനാണ് ആ സമയത്ത്, അതിലെന്തെങ്കിലും ഒരു ഡിഷ് ഞാൻ ഉണ്ടാക്കി വെക്കാമെന്നാണ് കണക്കായിരുന്നു. അത് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരൊറ്റ ഇറക്കമാണ്. ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഡിന്നർ കഴിഞ്ഞിട്ടാണ് അകത്ത് കയറി വരിക. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികൾ ഇപ്പോഴും ആ കുറേ നല്ല ഓർമ്മകൾ ഇപ്പോഴും പറയും. അത് പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ കൊടുത്ത കൊച്ചു സന്തോഷമാണല്ലോ അവരുടെ ഓർമ്മകളിലേക്ക് എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയണത്, നിങ്ങൾക്കും പറ്റാവുന്ന പോലെ അവർക്ക് 1 രൂപയുടെ മിഠായി ആയാലും അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലത്തായാലും കൊണ്ടുപോയി കാര്യങ്ങൾ ചെയ്യാൻ പറയണത്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ ഇതിൻ്റെ ഇടയിൽ ഈ ഫോട്ടോ വന്നത്? അതൊന്നുമല്ല. ഇന്ന് കണ്ടമാനം പേര് എന്നോട് ഈ മാലയുടെ സംഭവം ചോദിച്ചായിരുന്നു, എവിടെ നിന്നാണ് എന്താണെന്ന്.
നമ്മളുടെ പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒന്നും കൂടിയും കാണിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ പല പാറ്റേൺ നമ്മളുടെ കയ്യിലുണ്ട്. ഗ്രീൻ മാത്രമുണ്ട്, റൂബി മാത്രമുണ്ട്, മെറൂൺ. അപ്പോൾ ഞാൻ ഇത് പണ്ട് തൊട്ട് നമ്മളുടെ കയ്യിലുണ്ട്. പക്ഷേ ഒരു നമ്മളോട് ആവശ്യപ്പെടുന്നവർക്ക് മാത്രം കുറച്ച് പേർക്ക് അറിയാം. അപ്പോൾ അവർ സ്ഥിരം ചോദിക്കുകയും പറയുകയും ചെയ്യും. ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ കണ്ടിട്ടുള്ള കുറച്ച് പേര് എൻ്റെ കസ്റ്റമേഴ്സായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സ്റ്റോൺസ് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് അതിട്ടിട്ട് പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാണ്, ഇത്രയാണ് ഇന്നത്തെ ഒരു ദിവസം. ഭയങ്കര നിങ്ങൾക്കും ഇതൊക്കെ കേക്കും കാണുകയും ചെയ്തപ്പോൾ നല്ല സന്തോഷമായില്ലേ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇതുപോലെ കുട്ടി കുട്ടി ഓർമ്മകൾ നമുക്ക് പറ്റാവുന്ന പോലെ അവർക്ക് ഓർമ്മകൾ ഓർക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്ക് ബൈ.